Good morning, all. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇൻപേഷ്യന്റ് എന്ന് നമ്മൾ കണ്ടു. അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് അഡ്മിഷൻ അല്ലെ, ഒരു ഡെഫിനിഷൻ നോക്കി. ദെൻ പർപ്പസ്, നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ടു ടൈപ്പ് ഓഫ് അഡ്മിഷൻ, രണ്ട് ടൈപ്പ് അഡ്മിഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എമർജൻസി അഡ്മിഷനും സെക്കൻഡ് വൺ റൊട്ടീൻ അഡ്മിഷൻ അല്ലെ. അപ്പൊ എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻസ്, ദെൻ പോയിസണിങ് കേസസുകൾ. ദെൻ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ടൈപ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ പർപ്പസ് വരെയാണോ നിർത്തിയത്? പറഞ്ഞില്ല. ഓക്കെ, പർപ്പസ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. പർപ്പസ് വരെ പറഞ്ഞില്ലേ? പോയിന്റ്സുകള് പറഞ്ഞു. ഓക്കെ, സോറി, ഞാൻ അതും കൂടി പറഞ്ഞു പോയെന്ന് ഓർത്തെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് അഡ്മിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അഡ്മിഷൻ എന്ന് പറഞ്ഞു അല്ലെ. ഒരു പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് രീതിയിലുള്ള അഡ്മിഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എമർജൻസി അഡ്മിഷൻ, സെക്കൻഡ് വൺ റൊട്ടീൻ അഡ്മിഷൻ. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എമർജൻസി അഡ്മിഷൻ എന്താണെന്ന്. എമർജൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. നോക്കാം, ക്ലയന്റ്സ് ആർ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻസ് റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. അക്യൂട്ട് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ എന്താ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അക്യൂട്ട് കണ്ടീഷൻ. അപ്പോ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ആണ്. റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അവർക്ക് പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം, ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്നതാണ്. അവർ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പൊ തന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോഴും പെട്ടെന്ന് വലിയ ഇഞ്ചുറി ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതുപോലെ പോയിസണിങ് കേസുകൾ, സൂയിസൈഡ് കേസുകൾ, അങ്ങനെയുള്ള പോയിസണിങ് കേസുകളൊക്കെ വരുമ്പോഴും നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യൻസിന് നൽകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. കാരണം ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കാം, ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻസ്, പോയിസണിങ് എക്സെട്ര. ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് അഡ്മിഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരാം എക്സാമിന്, ചോദിച്ചൂടെ? ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. രണ്ടിന്റെയും എക്സാമ്പിൾ പഠിച്ചു വെക്കാം. എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് കേസ് എന്നൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ്, എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നൽകേണ്ടത്. സോ ദാറ്റ് ഈസ് എമർജൻസി അഡ്മിഷൻ. ക്ലിയർ ആണോ എമർജൻസി അഡ്മിഷൻ? ക്ലിയർ ആണോ എമർജൻസി അഡ്മിഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം റൊട്ടീൻ അഡ്മിഷൻ. Clients are admitted for investigation and planned treatment and surgeries. അല്ലെ, അതായത് ക്ലയൻസിന് നമ്മൾ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ പ്ലാനഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനും സർജറീസിനും വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ സർജറി ഇപ്പൊ ഒരു വ്യക്തിയുടെ നമ്മൾ ട്രീറ്റ്മെന്റ്സിനൊക്കെ ശേഷം സർജറി ചെയ്യാൻ പോകണമെങ്കിൽ ആ സർജറിയുടെ ടൈമിൽ വന്നാൽ മതി എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ ഡോക്ടേഴ്സ് പറയുക? കൃത്യം സർജറിയുടെ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതി, അങ്ങനെയാണോ? അല്ല അല്ലെ. പിന്നെ എങ്ങനെയാ പറയാറ്? ചിലപ്പോ ഒരു 4 ഡേയ്സോ 3 ഡേയ്സ് മുന്നേ ഒന്ന് അഡ്മിറ്റ് ആകാൻ പറയും. എന്നിട്ട് ബാക്കി ബ്ലഡ് ടെസ്റ്റുകളോ ചെക്കപ്പുകളൊക്കെ നടത്തിയതിനു ശേഷമാണ്, ആളെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് സർജറിക്ക് വിധേയനാക്കുന്നത്. സോ അപ്പോ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ മറ്റേ ഇൻവെസ്റ്റിഗേഷനും എല്ലാം നടത്തിയിട്ട് ഇപ്പൊ നമ്മളൊരു പനിയോ ചുമയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോ നമ്മൾ ചിലപ്പോ ആദ്യം നമ്മള് മരുന്നൊക്കെ തന്ന ഒരു 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ മെഡിസിൻ തന്നു വിട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറവില്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്ത ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലും പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അഡ്മിറ്റ് അല്ല അത് അല്ലെ. അത് നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം, അപ്പൊ കുറച്ചും കൂടി ഐഡിയ കിട്ടും. Client with hypertension,
ഭയങ്കര ഹൈപ്പർ ടെൻഷൻ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസുകൾ, ഹൈ ബി പി ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസുകള്, ദെൻ ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസ്, അവരുടെ ഡയബറ്റിക് ഒക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ബ്രോങ്കോസൈറ്റ്സ്. എന്ത് ബ്രോങ്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ, ബ്രോങ്കോസൈറ്റ് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോ ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ലങ്സ് ഇൻഫെക്ഷൻസ്, വിട്ടുമാറാത്ത ചുമ, ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചുമ അല്ലെ, നമ്മളുടെ ബ്രോങ്കൈറ്റിസുമായിട്ട് ബന്ധപ്പെടുന്നത്, മീൻസ് ലങ്സ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതാണ് കേട്ടോ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ഓഫ് അഡ്മിഷൻ ആണ് നമ്മൾ കണ്ടത്, എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വായിക്കുമ്പോൾ എക്സാമ്പിൾ പഠിക്കാൻ ശ്രമിക്കണം. എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ വായിക്കുക കേട്ടോ. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം അല്ലെ. എമർജൻസി അഡ്മിഷനിൽ വരുന്നത് എക്സാമ്പിൾ ഏതൊക്കെയാണ്, റുട്ടീൻ അഡ്മിഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്, 2 രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ പരീക്ഷിക്കാം. അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിതമായ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ. എമർജൻസി കേസസുകൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കാം. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നതാണ് ത്രൂ OPD. OPD-യിൽ നിന്നും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ റിസീവിംഗ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. The personnel in the admitting department should greet and make the patient feel comfortable. അല്ലെ, അതായത് എന്താണ്? അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതായത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ, അവിടുത്തെ ഒരു വ്യക്തി, ഉദ്യോഗസ്ഥര് പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ്, പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി റിസീവ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. റിസീവിംഗ് പേഷ്യന്റ്, അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഗ്രീറ്റ് ചെയ്യുന്നു പേഷ്യന്റിനെ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് റിസീവ് ചെയ്യുന്നത്. ഇൻ എമർജൻസി കണ്ടീഷൻ, no time should be wasted to start the treatment. The manner in which a doctor or nurse receives the client is the most important aspect of reception in case of emergency. Okay, ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റിൽ നിന്നും ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഴ്സൺ വന്നിട്ട് പേഷ്യന്റിനെ കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ഒരു ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. ഇനി ഒരു എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യാൻ നിൽക്കോ? ഗ്രീറ്റ് ആണോ ചെയ്യുന്നത്? ആദ്യം ട്രീറ്റ്മെന്റ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ആളെ നമ്മൾ ഭയങ്കര അഭിസംബോധന ഒക്കെ ചെയ്തിട്ടാണോ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്? അങ്ങനെയാണോ? ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് കൊടുക്കുന്നത് ഏതാണ്? ട്രീറ്റ്മെന്റ് അല്ലേ? ആണോ? ഓക്കെ, അപ്പോ എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ ഗ്രീറ്റ് കൊടുക്കും ആദ്യം? അല്ല, അല്ലെ? എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദി ട്രീറ്റ്മെന്റ്. നമ്മൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ദ മാനർ ഇൻ വിച്ച് എ ഡോക്ടർ ഓർ നേഴ്സ്, ആ ഒരു ടൈമിൽ, ഒരു എമർജൻസി പേഷ്യന്റ് വരുന്ന ടൈമിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ആയിരിക്കണം പേഷ്യന്റിനെ റിസീവ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഗ്രീറ്റിംഗോ ഒന്നുമില്ല. അവിടെ മറിച്ച് എന്താണ്? ഒരു ഡോക്ടറോ നേഴ്സോ വന്നിട്ട് വേണം ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുവാൻ. ഓക്കെ, is the most important aspect of reception in case of emergency. ഒരു എമർജൻസി കേസ് വരുമ്പോൾ ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ രോഗിയെ സ്വീകരിക്കുന്നതാണ്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വശം, ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇവിടുത്തെ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് വന്നിട്ടല്ല ബ്രീഫ് ചെയ്യേണ്ടത്. ഡോക്ടറിനോ നഴ്സിനോ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ആണോ? അഡ്മിറ്റിംഗ് സ്റ്റാഫിന് അത്രയും മെഡിക്കൽ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ആ എന്താണോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയണമെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ അത് വേണം റിസീവ് ചെയ്യുവാൻ. ഓക്കെ, ക്ലിയർ ആണോ? റിസീവിംഗ് ദ പേഷ്യന്റ് ഓക്കെ ആണോ? ഓക്കെ. Then next one, recording social data. Clerk in record section records data essential for identification of clients. ഇവിടെ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ്. സോ റെക്കോർഡിംഗ് സെക്ഷനിലെ ക്ലർക്ക് പേഷ്യൻസിന്റെ എസെൻഷ്യൽ ഫോർ ഐഡന്റിഫിക്കേഷൻ ക്ലയൻസ് അല്ലെ, പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റ തയ്യാറാക്കുന്നത് ആരാണ്? ക്ലർക്ക്. റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് പേഷ്യൻസിനെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഡാറ്റ തയ്യാറാക്കുക. ആ സോഷ്യൽ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, occupation, religion, income, marital status, telephone number, etc. Normally personal ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഓക്കെ തയ്യാറാക്കുന്നത് റെക്കോർഡിലെ ക്ലർക്ക്. ക്ലിയർ ആണോ? ദെൻ സോഷ്യൽ ഡാറ്റ തയ്യാറാക്കുക. സോഷ്യൽ ഡാറ്റയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ നെയിമും, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, occupation, religion, income, marital status, then telephone number, etc. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറിൽ കണ്ടത്. റിസീവിംഗ് ദ പേഷ്യന്റ്, ദെൻ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്മിഷൻ പ്രൊസീജിയർ മനസ്സിലാക്കി വായിക്കണേ. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. Responsibilities of the admission department. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. gather patient informations. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ, എക്സെട്ര. പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുക. Then prepare medical record. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക. Prepare patient identification bracelet. രോഗികളുടെ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് തയ്യാറാക്കുക. എന്താണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ കയ്യിൽ ഇടൂലേ, വാച്ച് പോലത്തെ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് പോലത്തെ പേഷ്യന്റിന്റെ നെയിമും വിവരങ്ങളൊക്കെ എഴുതുന്നത്. വിവരങ്ങളല്ല, നെയിമും ചിലപ്പോ അഡ്മിഷൻ ആ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും. കണ്ടിട്ടുണ്ടോ? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഏജ് എഴുതിയിട്ടുണ്ടാകും, ചിലപ്പോ ആ ഒരു ഡേറ്റും ടൈമും എഴുതിയിട്ടുണ്ടാകും, അഡ്മിറ്റഡ് ടൈം. ഓക്കെ,
കൺസെന്റ് ഫോം സൈൻഡ് അല്ലെ, അതായത് കൺസെന്റ് ഫോമുകൾ തയ്യാറാക്കുക. ഇനിഷ്യൽ ഓർഡർ ടു ഒബ്റ്റൈൻഡ്, പ്രാരംഭ ഉത്തരവുകൾ, പ്രാഥമികമായിട്ടുള്ള ഓർഡറുകൾ ഇടുക. ദെൻ ഇൻഫോം ടു ഫ്ലോർ വാർഡ് നേഴ്സ്, ഫ്ലോറിൽ ആ ഒരു നമ്മുടെ വാർഡ് നേഴ്സിനെയൊക്കെ ഇൻഫോം ചെയ്യുക. അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വാർഡ് നേഴ്സിനെ വിവരം അറിയിക്കുക. ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, വിസിറ്റേഴ്സിന്റെ പാസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തോന്നിയ സമയത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണോ? അവിടെ ഒരു നിശ്ചിത ടൈം ഉണ്ട്, പാസ് ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പോ ആ ഒരു വിസിറ്റിംഗ് ടൈമും പാസും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. ലാസ്റ്റ് വൺ വായിക്കാം, പറയാം. A minimum deposit amount is advised by the admission desk staff to be deposited at the account cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area, ward in which the patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk, for hospitalization of the patient. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ചുരുക്കി പറയാം, സംഭവം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആക്കി പറയാം. അതായത് മനസ്സിലായി? ഓക്കെ, സഫീറ, എന്താണ് സഫീറ മനസ്സിലായത്? ചുരുക്കി പറയാമോ? കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞോളൂ. എന്തെങ്കിലും മിസ് തെറ്റുണ്ടെങ്കിൽ തെറ്റെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എന്താണോ മനസ്സിലായത് അത് പറയാം. ഒന്നുമില്ല പറയാൻ, ഞാൻ ചോദിച്ചറിഞ്ഞോണോ? അതായത് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അഡ്മിറ്റ് ആകുമ്പോൾ തുക അടക്കണം. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ആ തുക? റെഡിയില്ല. ഒരു ഡെപ്പോസിറ്റ് തുക അടയ്ക്കാനായിട്ട് പറയും. ഓക്കെ, ശരിയാണ്, ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സിമ്പിൾ ആക്കി ഏറ്റവും ഷോർട്ട് ആക്കിയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്ന ഒരു ടൈമില് ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് പോലെ ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കാൻ പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് ആയിട്ട് 1000 രൂപ അടയ്ക്കാൻ പറയുന്നു. ഓക്കെ, 1000 രൂപ ക്യാഷ് മിനിമം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് ആയിട്ട് പേഷ്യൻസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആകുന്ന ടൈമില് കോഷ്യൻ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് ക്യാഷ് കൗണ്ടറിൽ ഈ ഒരു എമൗണ്ട് അടയ്ക്കുന്നു. ദെൻ നമ്മൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമാണോ വാർഡാണോ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ചെയ്തിട്ട് നമുക്ക് ആ റൂം വാർഡൊക്കെ അവർ തരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആകുന്ന ടൈമില് ടോട്ടൽ ബിൽ എമൗണ്ട് വരും നമുക്ക് അല്ലെ. ഇപ്പൊ ഡിസ്ചാർജ് ആകുന്ന ടൈമില് റൂം റെന്റും എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ബിൽ എമൗണ്ട് പേഷ്യന്റ് വരുന്നത് 10,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 10,000 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ കോഷ്യൻ ഡെപ്പോസിറ്റ് ആയിട്ട് 1000 രൂപ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ ബിൽ എമൗണ്ട് വന്നിരിക്കുന്നത് 10,000 ആണ്. 10,000 ആണെങ്കിൽ എത്രയാണ് നമ്മള് ഓൾറെഡി നമ്മൾ 1000 അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 9,000 നമ്മൾ പേ ചെയ്താൽ മതി. ഇനി ഇൻ കേസ് നമ്മൾ ഓൾറെഡി കോഷ്യൻ ഡെപ്പോസിറ്റ് അവർ വാങ്ങിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ടൈമിൽ നമ്മൾ ഉപയോഗിച്ച റൂം അല്ലെ, അവിടെ എന്തെങ്കിലും ഡാമേജസുകൾ നമ്മളാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് പേഷ്യൻസിനാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാ ചാർജ് വരെ ഈ നമ്മൾ കൊടുത്ത 1000 രൂപീസ് പിടിക്കും. ക്ലിയർ ആയോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡാമേജസ് ഒന്നും അവിടെ വരുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ 9,000 അവർക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. ആ ബാലൻസ് 10,000 ആണല്ലോ ടോട്ടൽ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ 9,000 ബാലൻസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ കാര്യം? ജസ്റ്റ് അവര് നമ്മൾ എന്തെങ്കിലും മീൻസ് ഒരു ഡാമേജ് ഒക്കെ വരുത്തിയാലോ എന്നുള്ളൊരു പ്രിക്കോഷൻസ് ആയിട്ടാണ് ഈ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് അവർ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു 10,000 പിടിച്ചിട്ട് നമുക്ക് ബാലൻസ് എമൗണ്ട് 9,000 അല്ല അതിൽ കൂടുതൽ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുക. ദോസ് സീക്കിംഗ് ക്യാഷ്ലെസ് റൂട്ട്,
ഇപ്പോൾ ചിലവർ ക്യാഷ്ലെസ് റൂട്ട് ആയിരിക്കും, അതായത് ഇപ്പൊ ക്ലെയിം ഒക്കെ ഉള്ളവരായിരിക്കും. ഇപ്പൊ ഇൻഷുറൻസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ ഇൻഷുറൻസിന്റെ ബേസിസിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് ഡെസ്ക് TPA, അതായത് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്, ഇൻഷുറൻസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകും, അവര് സമീപിക്കുക. ഓക്കെ, ഇപ്പൊ ക്യാഷ്ലെസ് റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസുകൾ ക്ലെയിം ഒക്കെ ഉണ്ടാകും. ഇപ്പൊ കാർഡുകളൊക്കെ ഇല്ലേ, കാരുണ്യ പ്ലസ്, RSPY അങ്ങനെയുള്ള നമുക്കിപ്പോ അവൈലബിൾ ആണല്ലോ. അപ്പൊ ആ ഒരു കാർഡിന്റെ ബേസിസിൽ അഡ്മിറ്റ് ചെയ്തവരാണെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള റൂട്ടിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഒരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്, ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ. സോ അവരുടെ നമ്മൾ ബന്ധപ്പെടുക, അവരോട് അതിന്റെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് അവരായിരിക്കും ചെയ്തു തരുന്നത്. ക്ലിയർ ആണോ പോയിന്റ്? ഡെപ്പോസിറ്റിന്റെ കാര്യം ക്ലിയർ ആണോ? നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയാണ്, മേ ബി എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ അവർ ആ കോഷൻ ഡെപ്പോസിറ്റ് തുക ഈടാക്കുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ പോയിന്റ്. ഓരോ പോയിന്റ് വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാട്ടോ നിങ്ങള്. വെറുതെ ചുമ്മാ ഒറ്റടിക്ക് വായിച്ചു തീർക്കാനല്ല, മറിച്ച് ഓരോ പോയിന്റ് വായിക്കാൻ അതിന്റെ മീനിങ് മനസ്സിലാക്കി പോകുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വെറുതെ ഇങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ അത്യാവശ്യം ആൻസർ ഒക്കെ കിട്ടും. ഓക്കെ, സെക്കൻഡ് സെന്റൻസ് എന്താ പറയുന്നത്, നമ്മള് ഓൾറെഡി ഒരു 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ശേഷമാണ് നമ്മൾക്ക് ഇപ്പൊ വാർഡാണോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഏരിയ തരുന്നത് അവര്, അല്ലെ. ഇപ്പൊ വാർഡായിരിക്കാം, ചിലപ്പോൾ റൂം ആയിരിക്കാം തരുന്നത്. സോ അതിന്റെ ഒരു ബില്ലാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ അവർ പേയ്മെന്റ് ആയിട്ട് ബില്ല് തരുന്നത്. 10,000 ആണ് ബില്ല് തരുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ബാലൻസ് ഈടാക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അതിന്റെ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്, ചുരുക്കി പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സാമിന് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ പോയിന്റ് ബേസ് ചോദിക്കുകയൊന്നുമില്ല. ജസ്റ്റ് ആ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു വെക്കുക. ഓക്കെ, അതിന്റെ ഉള്ളിൽ നിന്നും വേറെ പുറമേ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കുക മീൻസ് അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് പഠിക്കാനുള്ള ഏരിയ ഏതാണോ അത്. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഇൻഷുറൻസിന്റെ ഇത് തന്നെ കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ റെസ്പോൺസിബിലിറ്റീസ്? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും വായിച്ചോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD-യില മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക ഹോസ്പിറ്റലുകളിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറിന്റെ റൂമില് കൺസൾട്ടേഷന് മുന്നായിട്ട് തന്നെ ചിലപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. പുറത്ത് ചെറിയൊരു കൗണ്ടർ പോലെയൊക്കെ 2-3 നഴ്സസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കും, BP നോക്കും, ടെമ്പറേച്ചർ നോക്കും, പൾസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്, ആണോ? ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു കോവിഡിനൊക്കെ ടൈം കഴിഞ്ഞിട്ട് പിന്നെയാണ് കുറച്ചും കൂടി നമ്മൾ ഓൾറെഡി OPD-യിൽ ഒരു എക്സാമിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണുന്നതിന് മുൻപായിട്ട് തന്നെ, അല്ലെ, മുൻപായിട്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് എന്ത് ചെയ്യും, ഈ നമ്മൾ OP ആയിട്ടുള്ള
ടെമ്പറേച്ചർ നോക്കും, അറ്റ്ലീസ്റ്റ് ടെമ്പറേച്ചർ, ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ എന്താണ് BP, പൾസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് കയറുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് OPD വരുന്ന മെഡിക്കൽ എക്സാമിനേഷൻസ് ആണ് ഇനി പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. A detailed social and medical history of patients is taken by a physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. ഇപ്പൊ പേഷ്യൻസിന്റെ ടെമ്പറേച്ചറും BPയും അതുപോലെ തന്നെ പൾസ്, റെസ്പിറേഷൻ, എക്സെട്ര, പൾസും മറ്റ് റെസ്പിറേഷൻ മീൻസ് ശ്വസന നിരക്കും ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. സെക്കൻഡ് വൺ, the necessary investigation such as X-ray, lab test is done to diagnose the disease and prescribe treatment. അല്ലേ, അതായത് എന്താണ് പറയുന്നത്, the necessary investigation such as X-ray, lab test is done to diagnose the disease and prescribe treatment. അതായത് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പേഷ്യൻസിന് എന്ത് രോഗമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം, അല്ലെ. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ പേഷ്യൻസിന് എക്സ്റേ എടുക്കാം, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കാം. അതിലൂടെയാണ് നമ്മൾ പേഷ്യൻസിന്റെ രോഗം എന്താണെന്ന് തിരിച്ചറിയുന്നു, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള എക്സ്റേകളോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. Then last point, those who are admitted to hospital for further investigation and treatment to consult the ward on the advice of the treating doctor. The ward is designed by the staff and at the admission desk and entered in the case sheet. Right. അപ്പോ ഒരു പേഷ്യന്റിനെ, those who are admitted, the പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റഡ് ചെയ്യുമ്പോൾ, അല്ലെ, അതായത് തുടർ ട്രീറ്റ്മെന്റ്സിനും ഫർദർ ഇൻവെസ്റ്റിഗേഷനും തുടർ അന്വേഷണങ്ങൾക്കും ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഡോക്ടർ അഡ്വൈസ് ചെയ്യലാണ്. എന്തിന്, അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോൾ. The ward is designated by the staff, the admission desk and entered in the case sheet. അല്ലെ, അഡ്മിഷൻ ഡെസ്ക് എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുകൾ ഉണ്ട്, അവരാണ് നമ്മള് ഏത് വാർഡാണ് അല്ലെങ്കിൽ ഏത് റൂമാണെന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ അഡ്മിഷൻ ഡെസ്കിലെ ജീവനക്കാര് ആ വാർഡ്, ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്, ആ വാർഡ് ഏത് വാർഡാണെന്ന് നിശ്ചയിക്കുകയും അത് പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ കൃത്യമായിട്ട് എഴുതുകയും ചെയ്യുന്നു. ഓക്കെ, കേസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എഴുതുന്ന കേസ് ഷീറ്റ്. അതില് ഇന്ന വാർഡാണ്, ഇത്ര റൂം നമ്പർ എന്ന് കൃത്യമായിട്ടും അവര് ആ വാർഡിലുള്ള അഡ്മിഷൻ ക്ലർക്കിലെ സ്റ്റാഫ് തീരുമാനിക്കുകയും അത് കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് മെഡിക്കൽ എക്സാമിനേഷൻ OPD വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ നോക്കും, BP ഒക്കെ നോക്കാറുണ്ട്. ദെൻ ട്രീറ്റ്മെന്റിന് ശേഷം ചിലപ്പോൾ മറ്റു തുടർ അന്വേഷണങ്ങൾക്കായിട്ട് നമ്മളോട് ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറയും, അതുപോലെ ചിലപ്പോൾ എക്സ്റേ ചെയ്യാൻ പറയാം, സ്കാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറയുന്നു. ദെൻ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത്, പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുകളാണ് വാർഡ് തീരുമാനിക്കുന്നു, റൂമാണോ വാർഡാണോ ഏതാണെന്ന് തീരുമാനിച്ചിട്ട് അത് നമ്മളുടെ കേസ് ഷീറ്റിൽ, പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 3 പോയിന്റ് ആണ്, മനസ്സിലാക്കി വായിക്കണേ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇനി നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലൈന്റ് ഫ്രം OPD ടു IPD. OPD യിൽ നിന്നും IPD യിലോട്ട് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോവുകയാണ്, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. Clients who are not very ill and are able to walk are accompanied to ward by a nurse or attendant. അല്ലെ, അതായത് എന്താണ്, ഇപ്പൊ ക്ലയൻസിന് വലിയ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ക്ലയൻസ് ആണെങ്കിൽ, ഏബിൾ ടു മീൻസ് സ്വയം നടക്കാനായിട്ട് പറ്റുന്ന ഒരു തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അക്കമ്പൈൻഡ് വെച്ചാൽ എന്താണ്, അറ്റൻഡൻസിന്റെയോ അല്ലെങ്കിൽ നഴ്സിന്റെയോ സഹായത്തോടു കൂടി, ഒരു ഹെൽപ്പ് സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ IPD യിലേക്ക് കൊണ്ടുപോകുന്നത്. മീൻസ് തനിയൊക്കെ നടക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നഴ്സോ അറ്റൻഡറോ കൂടെ പോയിട്ടാണ് അക്കമ്പൈൻ ചെയ്ത് കൂടെ പോയിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ, wheelchair should be available for those who are too sick, weak, not able to walk. ഇനി നടക്കാൻ തീരെ കഴിയാത്ത പേഷ്യൻസ് ഉണ്ടാകാം, വളരെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, വളരെ വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വീൽ ചെയർ അവൈലബിൾ ആണ്. മൂന്നാമത്തെ പോയിന്റ്, clients who are brought to hospital on ambulance should be carried to their respective wards on structures. ഇനി ആംബുലൻസിലാണ് പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ റെസ്പെക്റ്റീവ് വാർഡ്സിലോട്ട് സ്ട്രക്ചറിലായിരിക്കണം പേഷ്യൻസിനെ കിടത്തി കൊണ്ടുവരാൻ. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് പറയുന്നത്, റിസീവ് ദ പേഷ്യൻസ് ബൈ വാർഡ് സിസ്റ്റർ. പേഷ്യൻസിനെ റിസീവ് ചെയ്യേണ്ടത് വാർഡ് സിസ്റ്റർ ആയിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ട്രാൻസ്പോർട്ട് ദ ക്ലൈന്റ് ഫ്രം OPD ടു IPD. സിമ്പിൾ ആണ്, അതെ, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണോ? സിമ്പിൾ അല്ലേ? വായിച്ചിട്ട് ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത പോയിന്റുകളല്ലേ? ഇവിടെ മെഡിക്കൽ ടേമുകളൊന്നും ഇല്ല, നമ്മളുടെ രീതിയിലോട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് വൺ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ്. നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, പ്രിപ്പയർ റൂം, ദെൻ ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യന്റ്, ഗ്യാദർ ഇൻഫോർമേഷൻ. നാലെണ്ണമാണ് മെയിൻ ആയിട്ട് ഒരു നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യന്റ്, ഗ്യാദർ ഇൻഫോർമേഷൻ. ഓക്കെ, ഇത്രയുമാണ്. അപ്പൊ ഇനി ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങളാണ് നഴ്സ് ചെയ്യേണ്ടത്. പ്രിപ്പയർ റൂം, ഫസ്റ്റ് വൺ ആണ് പറയുന്നത്, റൂം പ്രിപ്പറേഷൻ ചെയ്യുക. Prepare a clean and neat admission room with all necessary items according to the needs of the patient. പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നെസസറി ആയിട്ടും അതുപോലെ തന്നെ ആവശ്യമുള്ള ഐറ്റംസുകൾ ഉണ്ടായിരിക്കണം. ദെൻ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം റൂമുകൾ. സെക്കൻഡ് വൺ, prepare an appropriate type of bed with adequate adjusted height of the bed. അല്ലെ, അപ്രോപ്രിയേറ്റ് ടൈപ്പ് ആയിട്ടുള്ള മീൻസ് കൃത്യമായിട്ടുള്ള ഒരു ബെഡ് ഉണ്ടായിരിക്കണം. അതായത് ചില പേഷ്യൻസിന് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡുകളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ, ഇല്ലേ?
അതായത് ഇപ്പൊ തല പൊക്കി വെക്കാനൊക്കെ ആണെങ്കിൽ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെഡ് ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ അവൈലബിൾ ആണ്. സോ പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഹൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ബെഡിന്റെ. രണ്ട് കാര്യങ്ങളാണ് റൂം പ്രിപ്പറേഷൻസിൽ വരുന്നത്. ഒന്നാമത് പറയുന്നത് റൂം ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, പിന്നെ ആവശ്യത്തിനുള്ള ഐറ്റംസ് റൂമിൽ ഉണ്ടായിരിക്കുക. സെക്കൻഡ് വൺ പറഞ്ഞത് ബെഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബെഡ് കൊടുക്കുക. ദെൻ പേഷ്യന്റിന്റെ ആവശ്യാനുസരണം ബെഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഐഡന്റിഫൈ സെൽഫ്. ഐഡന്റിഫൈ സ്വയം തിരിച്ചറിയുക. എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച്. വാം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഊഷ്മളമായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തോട് കൂടി വേണം പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും വെൽക്കം ചെയ്യുവാൻ. Make the patient comfortable in bed and provide him with the hospital clothes and ensure adequate privacy. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന് കംഫോർട്ടബിൾ ആയിരിക്കണം. ഇപ്പൊ ബെഡിന്റെ കാര്യത്തിലും അതായത് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ദെൻ ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആവശ്യത്തിനുള്ള ക്ലോത്തുകളൊക്കെ നൽകുക. ഇപ്പൊ ബെഡ് കവർ പില്ലോ ഷീറ്റും അങ്ങനെയൊക്കെ കൊടുക്കുക. ആൻഡ് എൻഷുർ ആഡിക്വേറ്റ് പ്രൈവസി. പേഷ്യൻസിന് ഒരു പ്രൈവസി നൽകുക. ദെൻ ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ. പേഷ്യൻസിന്റെ ഒരു ആൻസൈറ്റി, ഒരു പേടി, ഉത്കണ്ഠയൊക്കെ ഉണ്ടാവില്ല, ഭയമൊക്കെ കുറയ്ക്കുക. ഓക്കെ, ഇതാണ് ഐഡന്റിഫൈ സെൽഫിൽ പറയുന്ന കാര്യങ്ങൾ. ഒന്ന് വായിച്ചു നോക്കി. 2 പോയിന്റ് വായിക്കാം കേട്ടോ. പ്രിപ്പയർ റൂമും അതുപോലെ ഐഡന്റിഫൈ സെൽഫും. ഓക്കെ, ഇപ്പൊ പ്രിപ്പയർ റൂം നോക്കി, അതുപോലെ ഐഡന്റിഫൈ സെൽഫ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓറിയന്റ് പേഷ്യന്റ്. പേഷ്യൻസിനെ ക്രമപ്പെടുത്തുക. അതിൽ കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ. അല്ലെ, നേഴ്സിന്റെ സ്റ്റേഷൻസ് ലൊക്കേഷൻ. നേഴ്സ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ വാർഡിലാണ് കിടക്കുകയെങ്കിൽ, വാർഡിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നഴ്സുമാർ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഇല്ലേ. നമ്മൾ അവിടെ പോയിട്ടാണ് അവരോട് എന്തെങ്കിലും നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ മെഡിസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒരു ചെറിയൊരു റൂം പോലെ സ്പേസ് ഉണ്ടാകും നഴ്സസ് ഇരിക്കുന്നത്, കണ്ടിട്ടുണ്ടോ? വാർഡിലൊക്കെ ആണെങ്കിലേ നഴ്സസ് ഇരിക്കുന്നത്, അവരുടെ കുറച്ച് മെഡിസിൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകാം. നമ്മൾ എന്ത് കാര്യങ്ങൾക്കും അങ്ങോട്ടാണ് പോകുന്നത്, നഴ്സസ് സ്റ്റേഷനിലേക്കാണ് ഡൗട്ട്സുകളും ചോദിക്കാനും മറ്റുമായിട്ട് പോകാറ്. ആണോ? എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ? ക്ലിയർ ആയോ? അതായത് വാർഡിനുള്ളിലെ നഴ്സസ് ഇരിക്കുന്ന ഒരു ഏരിയയില്ലേ നഴ്സിംഗ് സ്റ്റേഷൻ. ഓക്കെ, ഇനി റൂം ബൗണ്ടറീസ്. റൂമിന്റെ ബൗണ്ടറീസ് ഒക്കെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും അല്ലെ. അതായത് ഓരോ റൂമുകൾ അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ ഇത്ര കട്ടില്ല, ഒരു കട്ടില്ല, ഒരു അങ്ങനെ നമ്മൾ റൂം ബൗണ്ടറി ചെയ്യിക്കുന്നത്. ദെൻ ക്ലോത്ത് സ്റ്റോറേജ്. ക്ലോത്തുകൾ വാർഡിലേക്കും റൂമിലേക്കും ആവശ്യമായിട്ടുള്ള ക്ലോത്തുകൾ വെക്കുന്ന സ്റ്റോറേജുകൾ, അതായത് ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റോറേജ്. ദെൻ കോൾ ലൈറ്റ്. എന്താ കോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൾ ലൈറ്റ് മാസ്റ്റർ ലൈറ്റ് പോലെയൊക്കെ ഇല്ലേ, അതായത് മീൻസ് പെട്ടെന്ന് വിളിക്കാനൊക്കെ പറ്റുന്ന മാസ്റ്റർ ലൈറ്റുകൾ പോലെ, പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകൾ. ക്ലിയർ ആയോ? മാസ്റ്റർ ലൈറ്റ് ഇടൂലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല.
നമ്മൾ എല്ലാ ലൈറ്റും ഓൺ ആക്കുന്ന രീതിയിലൊക്കെ മാസ്റ്റർ ലൈറ്റുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എമർജൻസി ലൈറ്റുകൾ. ബെഡ് കൺട്രോൾസ്. എന്താ ബെഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള്. ദെൻ ലൈറ്റ് സ്വിച്ചസ്, സ്വിച്ചുകള്. ടെലിഫോൺ പോളിസി, ചിലപ്പോൾ വാർഡിൽ ടെലിഫോൺ ഉണ്ടാകും അല്ലെ, ചിലപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ ചില ഹോസ്പിറ്റലിലൊക്കെ റൂമിലൊക്കെ ടെലിഫോണുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ടെലിഫോൺ പോളിസി. ടി വി കൺട്രോൾസ്, ഹോസ്പിറ്റലുകളിൽ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾസുകള്. മീൽ ടൈംസ്, കൃത്യമായിട്ടുള്ള മീൽ ടൈംസുകൾ ഉണ്ടാകും, ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ മീൽ ടൈംസ്. വിസിറ്റിംഗ് അവേഴ്സ്, സന്ദർശകരുടെ ടൈം. ഡയറ്റ്, ചില പേഷ്യൻസിന് ഡയറ്റ് ഒക്കെ ആയിരിക്കും, സോ ഡയറ്റ്, ഫുഡ് ഐറ്റംസും കാര്യങ്ങള്. സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ മാർഗങ്ങള്. സൈഡ് റെയിൽസ്, സൈഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പേഷ്യൻസ് കിടക്കുന്ന ബെഡിന്റെ സൈഡിലായിട്ടേ ഇങ്ങനെ പേഷ്യൻസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ചെറിയൊരു ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നൈറ്റ് ഒക്കെ കിടക്കുന്ന ടൈം ആണെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് വീഴാതിരിക്കാൻ പറ്റും. തട വെക്കാനൊക്കെ പറയില്ലേ നമ്മള് മലയാളത്തില്, തട വെക്കില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ വീഴാതിരിക്കാനായിട്ട് രണ്ട് മീൻസ് പില്ലോ ഒക്കെ വെക്കില്ലേ നമ്മള്, തട വെക്കില്ലേ വീഴാതിരിക്കാനായിട്ട്. ഇതുപോലെ ഇപ്പൊ കട്ടിലുകൾക്ക് നമ്മളാണെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉപയോഗിക്കാം അല്ലെ. രണ്ട് സൈഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ കട്ടിലിന്മേൽ നമുക്ക് വീഴാതിരിക്കാനായിട്ടുള്ള തടയിടങ്ങൾ. Then time for doctor's visit, ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ ടൈം. Then what tests are scheduled, പേഷ്യന്റിന് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓറിയന്റ് പേഷ്യൻസിന് വരുന്നത്. ജസ്റ്റ് ആ വാർഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ കൂടി ഒന്ന് നോക്കാം. ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ്, പേഷ്യൻസിൽ നിന്ന് നമ്മൾ മറ്റ് ഇൻഫോർമേഷൻസുകൾ സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ ഓർഡേഴ്സ്, അതുപോലെ ട്രീറ്റ്മെന്റ്, ചികിത്സാപരമായിട്ടുള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സുകൾ, ലാബ് റിസൾട്ടുകൾ, ടെസ്റ്റ്, ദെൻ ഡയറ്റ്, മറ്റ് ആക്ടിവിറ്റികൾ. ഇത്രയുമാണ് നമ്മൾ നഴ്സുമാര് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്. പേഷ്യൻസിന്റെ മെഡിക്കൽ ഓർഡറുകൾ നോക്കും, ട്രീറ്റ്മെന്റ്, അതുപോലെ ടെസ്റ്റ് റിസൾട്ടുകൾ, ലാബ് റിസൾട്ടുകൾ, ഡയറ്റ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഡയറ്റ് പ്ലാനുകളും മറ്റും, ദെൻ മറ്റ് ആക്ടിവിറ്റികൾ. ഇത്രയുമാണ് ഗ്യാദർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ്. ആ പോയിന്റ് അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ, ഡീറ്റെയിലോട്ട് ഒന്നും പോകണ്ട, നിങ്ങൾ ആ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിച്ചു. ഓക്കെ, വായിച്ചു നോക്കാം. ഓറിയന്റ് പേഷ്യന്റും അതുപോലെ നാലാമത്തെ പോയിന്റ് ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ്. ഓക്കെ, നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് ആണ് കണ്ടത്. പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ദെൻ ഓറിയന്റ് പേഷ്യന്റ് ആൻഡ് ഗ്യാദർ ഇൻഫോർമേഷൻ. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും 4 റെസ്പോൺസിബിലിറ്റീസ് ആണ്. പിന്നെ നമ്മൾ അതിന് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നോക്കിയത്. Then next, preliminary observation of a patient. അതും കൂടി ഒന്ന് പറയാലോ, അതും കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണോ? ബോറടിച്ചോ? ബോറിംഗ് ഉണ്ടോ? ഇല്ല. ആ പോയിന്റ് കൂടി ഒന്നും അത് കൊടുക്കണില്ല. ആ പ്രിലിമിനറി ഒബ്സർവേഷനും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. പ്രിലിമിനറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ഫസ്റ്റ്ലി നമ്മള് അല്ലെ, ഇപ്പൊ എക്സാം ഒക്കെ ആണെങ്കിൽ പ്രിലിമിനറി എക്സാം ഉണ്ട് അല്ലെ, തുടക്കത്തിലൊരു പ്രവർത്തനം അല്ലെ. അപ്പൊ പ്രിലിമിനറി ഒബ്സർവേഷൻ പേഷ്യന്റിന് നമ്മൾ ഒന്ന് ചികിത്സിക്കുന്നതിന് മുൻപായിട്ടൊക്കെ ഒന്ന് ഒബ്സർവേഷൻ ചെയ്യാൻ പോണേ. നോക്കാം. The first few moments with a patient's facial expression will denote his emotional reactions and presence of pain fatigue. Fatigue എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
ഫാറ്റിഗ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ക്ഷീണം അല്ലെ? നമുക്ക് ആ ഒരു ഫസ്റ്റ് മൊമെന്റ്സിൽ തന്നെ ഒരു പേഷ്യൻസിന്റെ നമ്മൾ എക്സ്പ്രഷനിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു മുഖത്തിലൂടെ മുഖഭാവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന പേഷ്യന്റിന്റെ ഇമോഷണൽ റിയാക്ഷനും അതുപോലെ ഇപ്പോ വേദനയ്ക്കുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും വളരെ ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് ഫേസിലൂടെ അറിയാൻ പറ്റില്ലേ? നമുക്ക് ഒരു വ്യക്തിയുടെ ഫേസിലൂടെ അറിയാൻ പറ്റും ആൾക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെയാണെങ്കിലും എപ്പോഴും നല്ല എന്താ പറയാ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്സ് പെട്ടെന്ന് ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും ഇല്ലേ? ചിലപ്പോ എന്ത് പറ്റി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ അങ്ങനെ? എപ്പോഴും ഫ്രീ ആയിട്ട് ഭയങ്കര കൂൾ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എന്താ ഡൗൺ ആവുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും അല്ലെ? ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് പേഷ്യൻസിന്റെ ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ വേദന അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എനി ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ് ഷുഡ് ബി നോട്ടഡ് അല്ലെ? അതുപോലെ തന്നെ ചില പേഷ്യൻസുകൾക്ക് ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്ന്, അതായത് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നിന് എക്സാമ്പിൾ ആണ് കേട്ടോ ജോണ്ടിസ്, സൈനോസിസ്. ജോണ്ടിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജോണ്ടിസ് കേട്ടിട്ടുണ്ട്? ജോണ്ടിസ് മഞ്ഞപ്പിത്തം ഉള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? എങ്ങനെ തിരിച്ചറിയാം? മഞ്ഞപ്പിത്തമുള്ളവരെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അവരുടെ കണ്ണുകൾക്ക് മഞ്ഞപ്പ് ഉണ്ടാവും, സ്കിന്നിന് ടോട്ടൽ ആയിട്ടൊരു മഞ്ഞ ഒരു കളർ ഉണ്ടാകും അല്ലെ? അതാണ് ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻസ്. അപ്പൊ നമുക്ക് അതിലൂടെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ സൈനോസിസ്, സിയാനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കേട്ടിട്ടുണ്ടോ സിയാനോസിസ്? അതായത് വിഷാംശമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പോ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, പാമ്പ് കടി ഏൽക്കുമ്പോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് നീല നിറാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ വിഷാംശം ഉള്ളിൽ ചെല്ലുമ്പോൾ സ്കിന്നൊക്കെ ഒരു നീലമയം വരുന്നത്, ഓക്കെ, അതിനെയാണ് ഈ സൈനോസിസ് എന്ന് പറയുന്നത്, ബ്ലൂ കളർ ആകുന്നത്. ദെൻ ഫേഷ്യൽ പാരലിസിസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഫേഷ്യൽ പാരലിസിസ് മുഖം കോടിപ്പോകുന്ന ഒരവസ്ഥ, അതൊരു അസുഖമാണ് അല്ലെ? അതായത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, സംസാരിക്കുമ്പോഴൊക്കെ ഒരു സൈഡിലോട്ടായി പോവുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, മുഖം കോടിപ്പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ് ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. അപ്പോ ഈ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും പേഷ്യൻസിന്. ഇപ്പോ ജോണ്ടിസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു മഞ്ഞ നിറമൊക്കെ ഇരിക്കും അല്ലെ? കണ്ണ് മഞ്ഞപ്പായിരിക്കും, അവരുടെ കൈകള് അല്ലെങ്കിൽ ഫേസ് ഇതെല്ലാം ഒരു മഞ്ഞ നിറമായിരിക്കും. അതുപോലെ തന്നെ സിയാനോസിസ് ആണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും. ദെൻ ഫേഷ്യൽ പാരലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഒരു സൈഡിലോട്ടായി പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥ. ദെൻ മസിൽസുകളുടെ വീക്കോണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫേഷ്യൽ പാരലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ നെർവ്സിന്റെ വീക്കോണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പേഷ്യൻസിനെ നോക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ പ്രിലിമിനറി ഒബ്സർവേഷൻ, അവിടെ വരെ മതി നമുക്ക്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് അഡ്മിഷൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ടൈപ്സ് ഓഫ് അഡ്മിഷൻ നമ്മൾ 2 ടൈപ്പ് അഡ്മിഷൻ ആണ് പറഞ്ഞത്, എമർജൻസിയും റൊട്ടീനും. എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എമർജൻസി ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനാണ് എമർജൻസി അഡ്മിഷനിലേക്ക് നമ്മൾ ചെയ്യുന്നത്. റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സർജറിക്ക് വേണ്ടിയും മറ്റും വിധേയമാക്കുന്ന കേസസുകള്. ദെൻ ത്രൂ OPD യിലൂടെയുള്ള അഡ്മിഷൻ കേസ് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് നേഴ്സ്
അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്, ദെൻ ട്രാൻസ്പോർട്ടിങ്, എങ്ങനെയാണ് ഒരു ഒ പി ഡിയിൽ നിന്നും ഐ പി ഡിയിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പ്രധാനമായിട്ടും 4 റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ദെൻ ലാസ്റ്റ് വൺ പ്രിലിമിനറി ഒബ്സർവേഷൻ, പേഷ്യൻസിന്റെ നമ്മൾ ഒരു ആദ്യ നോട്ടത്തിലുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നിൽ പറയുന്നതാണ് ജോണ്ടിസും സൈനോസിസും ഫേഷ്യൽ പാരലൈസിസും. ഓക്കെ, അതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സ്കിൻ ഡിക്ലറേഷൻ ഓഫ് സ്കിൻ ഡിസീസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ജോണ്ടിസും സൈനോസിസും ഫേഷ്യൽ പാരലൈസിസും. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകുക. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ചാർട്ടിംഗ് ആണ്, അതായത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ ചാർട്ട് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാരണം അത് കംപ്ലീറ്റ് ആകില്ല. ഇന്ന് എടുത്ത അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അത് ഏറ്റവും നിങ്ങൾക്ക് മാക്സിമം ഷോർട്ട് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. സ്പീഡ് ഓക്കെ ആണോ? ഇതിന്റെ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സ്പീഡിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. കുഴപ്പമില്ലല്ലോ, സ്പീഡൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ ഇനി എന്റെ ഒരു നോർമൽ സ്പീഡിലേക്ക് വന്നോളൂ. ഓക്കെ, ക്ലാസ് നല്ല ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ എന്താ ഇനി സ്പീഡ് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത അത്രയും നോക്കിയേക്കാം കേട്ടോ, വായിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.